ഹായ് അസ്സാം വലൈക്കും, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മുത്തുമണികൾക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ട് അതിന് പകരമായിട്ട് സൗജത്തിൻ്റെ വോയിസ്, ഏതോ കാലത്ത് ഒരു വോയിസ് എടുത്തിട്ട് നമ്മൾ ദിൽവാലെ ദുൽഹാനിയ ലൈജായെങ്കിൽ എന്നൊക്കെയല്ലേ ഹിന്ദിയിൽ പറയുന്നത്. ദിൽവാല ഇങ്ങനെ നടന്നു, ദുൽഹാനായിട്ട് ആരോ പോയി, പാവോ ഇപ്പം അതിന് വട്ടായി. അതാണ് ഇപ്പോൾ സത്യത്തിൽ കാര്യം ഉണ്ടായിരുന്നത്. അപ്പോൾ കുറച്ച് വോയിസും കൂടെ ക്ലാരിറ്റിക്കും വേണ്ടിയിട്ട് എന്നെ സൗജത്ത് വിളിച്ചിരുന്നു രാത്രി. അപ്പോൾ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അതിൻ്റെ ആയിട്ടുള്ള ഒരു ക്ലാരിഫിക്കേഷൻ തരണം. കാരണം അവർക്ക് ചാനലില്ല, അവർ വിളിച്ചിരിക്കുന്നത് എന്നെ മാത്രമാണെന്നാണ് അവർ പറയുന്നത്. റെക്കോർഡുണ്ട്, ഫുള്ള് റെക്കോർഡ് ഞാൻ ചെയ്തിട്ടുണ്ട്. അവർ പെർമിഷനോടുകൂടി തന്നെ ഇതിൽ ഇടുന്നതും ഞാൻ റെക്കോർഡ് ചെയ്തതാണ്. കാരണം അവർ ഒരുപാട് തവണ പല പ്രാവശ്യമായിട്ട് സത്യസന്ധത തെളിയിക്കാനോ അവർക്കൊരു വിഷമം, എല്ലാവരും ഞാൻ പറഞ്ഞില്ലേ, എല്ലാ ആൾക്കാരും ഒരുപോലെ ഇരിക്കണമെന്നില്ല, ബോൾഡ് ആവണമെന്നില്ല, പലർക്കും തൊലിക്കെട്ടി ഉണ്ടാവണമെന്നില്ല, പലരും പല മാനസികാവസ്ഥയിലായിരിക്കും. പെരയിലിരിക്കുന്ന ഓരോ പെണ്ണുങ്ങളെയും എടുത്തിട്ട് ഓരോ രീതിയിൽ പറയുമ്പോൾ അതിനനുസരിച്ച് നമുക്കും കുറച്ചൊരു വകതിരിവ് വേണം. മാത്രമല്ല ഇത് അവരെ കൂടെ നിന്നിട്ട് എല്ലാത്തിനും സംസാരിച്ച് നിന്നിട്ട് ലാസ്റ്റ് പിന്നപ്പുറം വന്നിട്ട് വേറെ വർത്തമാനം പറയുന്നത് ശരിയല്ല, അത് ആണത്തുള്ളതല്ല. അപ്പോൾ ഏതായാലും ഈ വോയിസ് ഒന്ന് നിങ്ങൾ കേട്ട് നോക്കി മക്കളെ, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. അവർ അത്രയും സത്യസന്ധമായിട്ട് പബ്ലിക്കിന് മുന്നിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അവർ പറയുന്നുണ്ട് എന്തെന്ന്, നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും എൻ്റെ അടുത്ത് വരാം, അവർ ഉമ്മ സുഖമില്ലാതെ കിടപ്പിലാണ്, അപ്പോൾ അവരെ നോക്കും വേണം, അപ്പോൾ അവരെ ഇട്ടിട്ടുണ്ട് പോരാൻ പറ്റില്ല. എൻ്റെ സ്ഥാനത്ത് എൻ്റെ നാട്ടിൽ വന്നിട്ട് നിങ്ങൾ എന്നോട് ചോദിക്കുക, ഞാൻ പബ്ലിക്കിൻ്റെ മുന്നിൽ കാണിച്ചു തരാം. ഞാൻ കൂടുതൽ പറയുന്നില്ല. ഏതായാലും നിങ്ങൾ ഈ വോയിസ് ഒന്ന് കേട്ടു നോക്കി. ഹലോ സൗജത്തെ. ഹലോ. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. എന്തൊക്കെയുണ്ട് പാട്? സുഖായിരിക്കുന്നു. പിന്നെ അല്ലറ ചില്ലറ പ്രശ്നങ്ങള് വീട്ടില്, ഉമ്മ വയ്യാത്തൊക്കെ അല്ലേ, എനിക്കും ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഉമ്മ ഉറങ്ങിയോ? പിന്നെ ഇല്ല, ഉമ്മക്ക് ഉച്ചക്ക് ഇത്തിരി ഉറങ്ങും, ഞാനും ഉറങ്ങും. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ കിടന്നിട്ടില്ല, കൂടി കഴിഞ്ഞിട്ട് കിടക്കുള്ളേ. ഈ തണുപ്പാന്ന് അറിയില്ല, ബാക്ക് പെയിൻ ഒക്കെയാണ് എനിക്ക്. പിന്നെ ഞാൻ 2 പ്രാവശ്യം വിളിച്ചായിരുന്നു കുറച്ചു നേരത്തെ. അപ്പൊ വിചാരിച്ച് ഇനിയിപ്പോ ഭക്ഷണം കഴിക്കായിരിക്കും വിചാരിച്ച് ഞാൻ ഡിസ്റ്റർബ് ചെയ്യാതിരുന്നാണ്. ഇപ്പൊ ആണോ? കഴിച്ചോ? പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. അതാണിപ്പോ എന്താന്നറിയോ, ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഞാൻ ഇന്നേ വരെ ഞാൻ യൂട്യൂബില് ഞാനൊന്നും എന്റെ മുഖം കാണിച്ചിട്ടില്ല. മാത്രമല്ല എല്ലാത്തിനും ഞാനിങ്ങനെ നോക്കി ഇങ്ങനെ പോകുന്നല്ലാതെ ഒരാൾക്കും ഞാൻ കമന്റ് ചെയ്തിട്ടില്ല. ഈ ഷാജിദയുടെ വീഡിയോ അവളുടെ സബ്സ്ക്രൈബ് ചെയ്യാൻ എന്റെ കുടുംബത്തിലെ ഒരുപാട് പേര്, എന്റെ കസിൻസ് കുറെ പേര് ഗൾഫിലുണ്ട്, നാട്ടിലുണ്ട്. ഇവർക്കൊക്കെ ഞാൻ അയച്ചു കൊടുത്ത് സബ്സ്ക്രൈബ് ചെയ്യാനും ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി അതിൽ മാത്രം ഞാൻ നിന്നിട്ടുള്ളൂ. വേറെ ഒരാളുടെ വീഡിയോയിലും ഞാൻ കമന്റ് ചെയ്യാനും പോയിട്ടില്ല. ഇന്നിപ്പോ ആഷിക്ക് ഇന്നലെ മെനിഞ്ഞാന്ന് ഇങ്ങനെ ആയിട്ട് സുധീഷ് വ്ലോഗിൽ വന്നിട്ട് കമന്റ് ചെയ്തു, തെറിയൊക്കെ വിളിച്ചു. അവൻ തെറി വിളിച്ചിട്ട് ഫേക്ക് ഐഡിയിലാ ഇന്നിട്ട വീഡിയോയിലല്ലേ? ഇന്നത്തെ വീഡിയോയിലുണ്ട്, ഇന്നലെയുണ്ട്. തെറി വിളിച്ച്. അപ്പോ എനിക്ക് എന്നാ ഈ ഫേക്ക് ഐഡിയിലാണ്, 2 ഐഡിയിലാണ്. ഒന്ന് തള്ളേന്ന് തുടങ്ങി, പിന്നൊന്ന് കണ്ടു കാണുമല്ലോ, ആരിപ്പോ കണ്ടു കാണും, പ്രത്യേകിച്ച് അതിനെ പറയുന്നില്ല. ഞാൻ തള്ള തന്നെയാണ്, ഞാൻ സമ്മതിച്ചു. ഒന്ന് പ്രസവിച്ചാലും തള്ള തന്നെ. ഇപ്പോഴത്തെ വിഷയം പറയട്ടെ, ഈവൻ ഈ സുഫി സഫർ മീഡിയ എന്ന് പറയുന്ന അതിന്റെ അഡ്മിൻ ആഷിക്ക്, താനൂരുള്ള ഹാർബറിൽ ജോലി ചെയ്യുന്ന, മീൻ കച്ചവടം ചെയ്യുന്ന ആഷിക്ക് എന്നോട് നിരന്തരമായി അവനൊരു ഏകദേശം 2-3 മാസങ്ങൾക്ക് മുമ്പ് അവനിട്ട ഒരു വീഡിയോ ഉണ്ട് ഷാജിദാനെ കുറിച്ച്. ഷാജിദാക്ക് ഒരു ഗിഫ്റ്റ് അയച്ചത് ഷാജിദാടെ രഹസ്യ കാമുകനോ എന്ന് ടൈറ്റിൽ കൊടുത്തുകൊണ്ട് ഒരു വീഡിയോ. അപ്പൊ ഞാൻ അതിന്റെ താഴെ വേറൊരാള് വന്നിട്ട്, എനിക്ക് ആളെ അറിയില്ല കേട്ടോ, നിങ്ങൾക്ക് ഷാജിദെ കുറിച്ചൊന്നും അറിയില്ല എന്ന് പറഞ്ഞപ്പോ ഹക്കായ കാര്യങ്ങൾ നിങ്ങൾ പറയണം എന്ന് പറഞ്ഞിട്ട് ആഷിക്കിന്റെ നമ്പർ അവിടെ കൊടുത്തിരിക്കുന്നു, സൂഫി സഫറിന്റെ നമ്പർ. അപ്പൊ ഞാൻ അവിടെ കമന്റ് ചെയ്താൽ തീരുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. പക്ഷേ പബ്ലിക്കിൽ കമന്റ് ചെയ്യാൻ എനിക്ക് താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആഷിക്കിനെ വിളിച്ച്, ഷാജിദാനെ കുറിച്ച് നിനക്ക് എന്താ അറിയാ, ഷാജിദ എന്റെ കസിന്റെ ഭാര്യയാണ്, എന്റെ കസിൻ ബ്രദറിന്റെ ഭാര്യയാണ് എന്ന് പറഞ്ഞ് ഞാൻ അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ തന്നെയും ഈ കബീർ മരിക്കുന്നതിന്റെ 10 ദിവസം കഴിഞ്ഞാണ് എന്റെ അനിയത്തിയുടെ മോന്റെ കല്യാണം.
കല്യാണത്തിന് എന്റെ അനിയത്തിയുടെ കയ്യില് കബീറിന്റെ നമ്പർ ഇല്ല, എന്റെ കയ്യിലേ ഉള്ളത്. കബീർ എന്നോടാണ് വാട്സപ്പും വിളിയും ഒക്കെ, എന്റെ ഉമ്മാരുടെ അടുത്തും എന്റെ അടുത്തും ഒക്കെ. അപ്പൊ എന്റെ അനിയത്തി വന്നിട്ട് കല്യാണം വിളിക്കാൻ പോണം, കബീർ ഇപ്പൊ എവിടെയാ, മണ്ണാർക്കാടാണോ മണ്ണൂരാണോ എന്ന് ചോദിച്ചപ്പോ കബീർ കട മണ്ണാർക്കാട് തന്നെയാണ്, താമസം പത്തിരിപ്പാല എവിടെയാണ് എന്ന് ഞാൻ വിളിക്കാൻ വേണമെന്ന് ചോദിച്ചപ്പോ നമ്പർ നിന്റെ ഫോണിൽ അടിച്ചതാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എന്റെ ഫോണിൽ അടിച്ചിട്ട് അനിയത്തിക്ക് കൊടുത്തു. അപ്പൊ അനിയത്തി സംസാരിച്ചു, ഞാൻ വരാ താത്ത, ഇൻവിറ്റേഷൻ ഈ താത്താന്റെ ഫോണില് എനിക്ക് അയച്ചു തന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അവള് തന്നിട്ട് ഞാൻ തന്നെ ഫോട്ടോ എടുത്ത് കബീറിന് അയച്ചു കൊടുത്തു. അപ്പൊ ബാക്കി എന്നോട് കബീർ സംസാരിച്ചു, താത്ത എന്നെ വിളിക്കാനായിട്ട് അവിടെ വരണ്ട, എന്നെ വിളിക്കാനായിട്ട് വരണ്ട, വേറെ ആരെങ്കിലും വിളിക്കാൻ പൊയ്ക്കോ, എന്നെ വിളിക്കാനായിട്ട് വരണ്ട, എന്റെ വാട്സപ്പിൽ ഇത് അയച്ചാൽ മതി, വിളിച്ചില്ല ഫോണിൽ കൂടെ അത് മതി, ഞാനും എന്റെ കുട്ടികളും കൂടി നേരത്തെ വരാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താടാ നിനക്ക് നീയും കുട്ടികളും മാത്രമേ ഉള്ളോ, നിനക്ക് വൈഫില്ലേ, ഭാര്യ ഇല്ലേ എന്ന് ചോദിച്ചപ്പോ താത്താക്ക് ഇപ്പൊ എന്ത് വേണം, താത്താക്ക് ഞാൻ വന്നാ പോരെ കല്യാണത്തിന്, ഞാനും എന്റെ കുട്ടികളും എത്തിയിരിക്കുന്നു പറഞ്ഞു. അത് കഴിഞ്ഞ് 10 ദിവസം കഴിഞ്ഞാ ഇവൻ മരിക്കുന്നത്. അപ്പൊ മരിക്കുന്നതിന്റെ തലേ ദിവസം ഇവൻ എന്നോട് വേറെ എന്റെ കുടുംബകാര്യങ്ങൾ അങ്ങനെയൊക്കെ എന്നോട് അത്രയൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ ഇവന് ഒരു സങ്കടം ഉണ്ടായിരുന്നു, എന്റെ വാപ്പയും പോയി ഉമ്മയും പോയി, അതായത് എന്റെ മാമ അമ്മായി, എന്റെ വാപ്പയും പോയി എന്റെ ഉമ്മയും പോയി, എന്റെ സങ്കടം കേൾക്കാൻ ആരുമില്ല എന്നിങ്ങനെ അവൻ പറയായിരുന്നു. അപ്പൊ ഞാൻ ഇവൻ കല്യാണത്തിന് വിളിച്ചപ്പോ ഇവൻ എന്നോട് പറഞ്ഞത് ഞാനും കുട്ടികളും വരാം, ഭാര്യയെ കുറിച്ച് നിനക്ക് ഭാര്യ ഇല്ലെന്ന് ചോദിച്ചപ്പോ അവൻ വിട്ടുകളയാണ് ആ കേസ്. അപ്പൊ വീണ്ടും എന്താടാ നിനക്ക് ഭാര്യ ഇല്ലെന്ന് ചോദിച്ചപ്പോ അതിനൊന്നും അവളെ കുറിച്ച് ഒന്നും പറഞ്ഞില്ല കബീർ എന്ന് ഞാൻ ആഷിഖിനോട് ഒരിക്കൽ പറഞ്ഞിരുന്നു. അതായത് കല്യാണത്തിന് വരുന്ന കാര്യമാണ്, അല്ലാതെ അവളെ കുറിച്ച് മരിക്കുന്നതിന് മുമ്പ് ഒരു കുറ്റവും പറഞ്ഞിട്ടില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. കല്യാണം എന്നെ ഇവിടെ ആരോട് ചോദിച്ചാലും അറിയാം, എന്റെ കബീർ മരിച്ചതിന്റെ 10 ദിവസം കഴിഞ്ഞാണ് എന്റെ അനിയത്തിയുടെ മോന്റെ കല്യാണം, എല്ലാവർക്കും അറിയാം. ഞാൻ ഉള്ള കാര്യം ഇല്ലാന്ന് ഇല്ലാത്ത കാര്യം ഉണ്ടാക്കിയും പറയില്ല. പിന്നെ എന്റെ ഈ കൈ കൊണ്ട് ഞാൻ 16 വർഷം ഗൾഫിലും ഇപ്പൊ നാട്ടിൽ വന്നിട്ട് 8 വർഷമായി. എന്റെ ഈ കൈ കൊണ്ട് കൊടുത്തവളാണ്. കൈ കൊണ്ട് ഇപ്പൊ കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് എന്റെ ഒരു ഫോൺ കൊണ്ടും എന്റെ ഒരു വാക്ക് കൊണ്ടും എന്റെ ഒരു നാവ് കൊണ്ട് ഈ കബീറിന്റെ സഹോദരിയുടെ ഇതുവരെ പറഞ്ഞിട്ടില്ല. ആരിഫ, നമ്മൾ സംസാരിച്ചിട്ടുണ്ടെങ്കിലും പറഞ്ഞിട്ടുണ്ട് കൊടുത്ത വിഷയങ്ങൾ ആർക്കെങ്കിലും ഇല്ല, ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇപ്പൊ ഞാൻ പറയുക, ആ കബീറിന്റെ ഒരു സഹോദരിയുടെ ഒരു മോളെ കെട്ടിക്കാൻ സർവ്വ കാര്യങ്ങളും ചെയ്ത്, അപ്പം എടുത്ത് പറയാനൊന്നും എനിക്ക് താല്പര്യമില്ല, അതൊരു കെട്ടിച്ചു കൊടുത്തുപോയി ആ കുട്ടീനെ. അത് പിന്നെ അതല്ലാതെ എന്റെ ഒരു ഇളയമാന്റെ പേരക്കുട്ടിന്റെ 2 പെൺകുട്ടികൾ, അവർക്ക് 3 പെൺകുട്ടികൾ, 2 പേരക്കുട്ടികളെ ഇടുന്ന ഡ്രസ്സ് തൊട്ട് ചെരുപ്പ് വരെ, ഇറച്ചി, പച്ചക്കറി, ബിരിയാണി, തലേ ദിവസം മൈലാഞ്ചി, പിറ്റേ ദിവസം സ്വർണം 4-5 പേർ എല്ലാം ഞാൻ മുൻകൈ എടുത്ത് നിന്ന് ചെയ്തതാ. പിന്നെ വേറൊരു യതീമായ കുട്ടീന്റെ, വേറെ മലപ്പുറത്ത് പുതിയ ഇസ്ലാമിലേക്ക് വന്ന ഒരു കുട്ടിയുടെ എല്ലാം ചെയ്തവളാ ഞാൻ. ഇതുവരെ ഞാൻ ആരിഫാന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടോ? ഇതൊന്നും പറയേണ്ട വിഷയമല്ല. അപ്പൊ ഇപ്പോഴും പറയുന്നു, അള്ളാണ് ഹക്കായിട്ട് എനിക്ക് ഷാജിദായ്ക്ക് അവളുടെ കുട്ടികൾക്ക് 10 രൂപ കൊടുത്താലും എനിക്കൊരു ഈഗോ ഇല്ല. കാരണം ഞാൻ ഇത്രയും കാര്യങ്ങൾ ചെയ്തതൊന്നും ഷാജിദാക്ക് അറിയോ എന്നറിയില്ല. എന്നിട്ട് ഷാജിദാന്റെ ഒരു നാത്തൂന് പോലും ഞാനത് ചെയ്തിട്ടുണ്ട്. കുറച്ച് ഞാൻ അവളും തമ്മിൽ ഷാജിദാന്റെ നാത്തൂനും ചെയ്തിട്ട് ആ കുട്ടികൾ മൈലാഞ്ചിയുടെ തലേ ദിവസം സിനിമാ പാട്ട് വെച്ച് ഡാൻസ് വെച്ച് കളിച്ചപ്പോ ഞാനത് ചോദ്യം ചെയ്തപ്പോ ആ പെൺകുട്ടി എന്നോട് മിണ്ടാതെ കുറച്ച് നടന്നു എന്നല്ലാതെ ഇപ്പൊ ഞങ്ങൾ തമ്മിൽ പണക്കൊന്നുമില്ല. കാരണം എന്റെ മാമാന്റെ മക്കളാണ്, ഞാൻ ഒരു പണക്കുമില്ല. എന്നെ വിളിക്കാറുണ്ട്, ഞാൻ അങ്ങോട്ട് വിളിക്കാറുണ്ട്. ഇപ്പോഴും ഞാൻ അവരെല്ലാരുമായിട്ട് കോണ്ടാക്ട് ഉണ്ട്. ഈ സൂഫി സഫർ മീഡിയക്ക് ഇടയിൽ വന്നിട്ട് ഇവന് ഷാജിദയുടെ വളർച്ചയിൽ എനിക്ക് അസൂയാണെന്ന് പറയേണ്ട യാതൊരു കാര്യമില്ല. ഇവൻ താനൂര് ഹാർബറിൽ ജോലി ചെയ്യുന്ന ആഷിഖിന് എന്നെ കുറിച്ച് അറിയില്ല. എന്റെ വീട്ടിലേക്ക് വരാൻ പറയും, എന്റെ വീട്ടിലേക്ക് അല്ലെങ്കിൽ എന്റെ കബീറിന്റെ നാട്ടിൽ വന്നിട്ട് എന്നെ കുറിച്ച് അന്വേഷിക്കാൻ പറയും. ഞാൻ ആർക്ക് സഹായം ചെയ്തത് ഒരു നന്ദി വാക്ക് പോലും പ്രതീക്ഷിച്ചുകൊണ്ടല്ല. പടച്ചോന് ആ മക്കള് പാവപ്പെട്ട കുട്ടികളാണെങ്കിൽ 3-4 പെൺകുട്ടികളെ ഓർത്ത്, അല്ലെങ്കിൽ യതീം മക്കളാണെങ്കിൽ അവരെ ഓർത്ത്. ഇപ്പോഴും ഷാജിദ വയനാട് പോകുന്നവരും ഷാജിദയ്ക്ക് സപ്പോർട്ട് തന്നെയായിരുന്നു. ഞാൻ വയനാട് പോയപ്പോ എന്റെ ഒരു ഫാമിലിയില് കുറച്ച് പേര് അവിടെ വയനാട് പോയപ്പോ ഷാജിദയെ കാണാനിടയായി. അവരപ്പൊ തന്നെ എന്നെ വീഡിയോ കോൾ ചെയ്തിട്ട് ഇതാ നിങ്ങളുടെ ഷാജിദ ഇവിടെ ഉണ്ടല്ലോ പറഞ്ഞ് എനിക്ക് കാണിച്ചു തന്നു. ഞാനപ്പ ഇവള് വീഡിയോയും ഇട്ടിട്ടുണ്ട്, പക്ഷെ ഞാൻ വീഡിയോ കണ്ടില്ല. ഷാജിദ നീ എവിടെയാണെന്ന് ചോദിച്ചപ്പോ ഞങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. അതിനുശേഷം ഞാൻ വീഡിയോ നോക്കിയപ്പോ കുറെ നെഗറ്റീവ് കമന്റുകൾ വന്നിരിക്കുന്നു. അപ്പൊ ഞാൻ ഈ വിവരം ആഷിഖിനോട് പറഞ്ഞു. ഇവള് വയനാട് ഉണ്ടെന്ന് എന്റെ ഒരു ബന്ധു എന്നെ വിളിച്ച് വീഡിയോ കോളിലൂടെ അവളെ കാണിച്ചു തന്നു എന്ന് പറഞ്ഞപ്പോ ആഷിഖാണ് എന്നോട് പറഞ്ഞു അവള് പലരുടെ കൂടെയും കറങ്ങാൻ പോയതാണ്, പ്രൊമോഷൻ വീഡിയോ ചെയ്യാൻ പോയതല്ല എന്ന് ആഷിഖ് പറയുകയും ചെയ്തു. വല്ലാഹി 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 ഞാൻ നോണ പറയല്ല, ആഷിഖാണ്
ആ പാർക്കിലെ വൈത്തിരിയിലെ നമ്പർ എടുത്തിട്ട് അവൻ വിളിച്ച് അവിടേക്ക് കൺഫേം ചെയ്ത് അവളവിടെ പ്രൊമോഷൻ വീഡിയോ ചെയ്യാൻ വന്നിട്ടുണ്ടോ എന്ന് കൺഫേം ചെയ്തിട്ട് ആ നമ്പർ എന്റെ വാട്സപ്പിലേക്ക് ഇട്ടിട്ടുണ്ട് ആരിഫ. ഇപ്പൊ ഞാനത് അയച്ചു തരാം. ഇപ്പൊ ഞാൻ അയച്ചു തരാം. ഞാനല്ല അത് ചെയ്തത്, അവനാണ്. പിന്നെ ഷാജിദാന്റെ നമ്പർ ആഷിഖിന്റെ കയ്യിലില്ല. ആഷിഖിനെ ഞാൻ ബന്ധപ്പെടുന്നത് ഞാൻ പറഞ്ഞല്ലോ, ആഷിഖ് ഒരു ഗിഫ്റ്റ് അയച്ചു കൊടുത്തു, രഹസ്യ കാമുകന് അയച്ചു കൊടുത്തതോ എന്നൊരു ചോദ്യം ആഷിഖ് അവിടെ ചോദിച്ചപ്പോ ആഷിഖിനെ ഞാൻ വിളിക്കുകയാണ് ചെയ്തത്. വിളിച്ചു കഴിഞ്ഞപ്പോ ആഷിഖാണ് വാട്സപ്പിലേക്ക് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ പറയൂ പറഞ്ഞിട്ട് വോയിസ് വിട്ടത്. 1 by 1 ആയിട്ട് വാട്സപ്പ് തുടങ്ങുമ്പോ ഒരു എംബ്ലം ഉണ്ടല്ലോ, അന്ന് തൊട്ട് ഇന്നേ വരെയുള്ളത് ഒരെണ്ണം പോലും ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടില്ല ആരിഫ. എന്റെ അടുത്ത് ആരിഫ വരുവാണെങ്കിൽ, വേറൊരു വ്യക്തി വരുവാണെങ്കിൽ ഞാൻ അതെല്ലാം കാണിച്ചു കൊടുക്കാം. ഞാൻ പറഞ്ഞ വോയിസും ആഷിക്ക് പറയുന്നത് ഞാൻ കേൾപ്പിച്ചു കൊടുക്കാം. ഞാനല്ല ആഷിക്കിന്റെ വാട്സപ്പിലേക്ക് ആദ്യമായി പോയത്, ആഷിക്കാണ് എന്റെ അടുത്തേക്ക് വന്നത്. അത് ഞാൻ ആഷിക്കിനെ കോളാണ് ചെയ്ത് 3 മാസങ്ങൾക്ക് മുമ്പ് ഷാജിദക്കെതിരെ ഷാജിദയുടെ രഹസ്യ കാമുകനാണോ ഗിഫ്റ്റ് അയച്ചു കൊടുത്തെന്നുള്ള ടൈറ്റിൽ ഇട്ട് ഇവൻ വീഡിയോ ചെയ്തപ്പോ അതിൽ ആഷിക്കിന്റെ നമ്പർ കണ്ടപ്പോ നീ അങ്ങനെ ചെയ്തത് ശരിയായില്ല എന്ന് ഞാൻ എവനോടും പറഞ്ഞു. ഷാജിദാക്കും ആ വീഡിയോ അയച്ചു കൊടുത്തു. ഇപ്പോ വയനാട് വൈത്തരിയിലെ നമ്പർ അവൻ വിളിച്ച് കൺഫേം ചെയ്തു, അവളവിടെ പ്രൊമോഷൻ വീഡിയോയ്ക്കല്ല വന്നെന്നുള്ളത് കൺഫേം ചെയ്തു. എനിക്കും അയച്ചു തന്നിട്ട് ഇവൻ പറയുക ഞാനാണ് അവളെ കുറിച്ച് അങ്ങനെ പറഞ്ഞു എന്ന്. അതവിടെ നിൽക്കട്ടെ. അങ്ങനെ ഞാനാണ് പറഞ്ഞെങ്കിൽ എന്റെ വാട്സപ്പ് തുടങ്ങുമ്പോൾ നമ്മൾക്കൊരു ഹായ് ഇടുമ്പോ ആദ്യം ഒരു വാട്സപ്പിന്റെ ഒരു ഇത് കാണുമല്ലോ, ഇന്ന ആളുടെ പേരാണ്. അത് തൊട്ട് ഇന്ന് എപ്പോ നമ്മൾ സ്റ്റോപ്പ് അവസാനിപ്പിച്ചോ അന്നേ വരെയുള്ള വാട്സപ്പ് ചാറ്റ് എന്റെ കയ്യിലുണ്ട്. ഞാൻ ആരുടെ മുന്നിലും കാണിക്കാൻ തയ്യാറാണ്. ആഷിക്ക് വരട്ടെ, ആഷിക്ക് ഒറ്റയ്ക്ക് വരരുത്. ആരിഫ വന്നോ, ആരിഫയുടെ കൂടെ ഉള്ളവർ വന്നോ, ആര് വേണമെങ്കിലും വന്നോ, ഞാനല്ല അത് ചെയ്തത്. പിന്നെ എന്നോട് ഒരു 4-5 ദിവസം മുമ്പ്, ഏകദേശം ഒരു ഒരാഴ്ചന്റെ ഇപ്പുറം വയനാടൊക്കെ പോയി വന്നതിന് ശേഷം ആഷിക്കിന് അവളെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യട്ടെ എന്ന് ചോദിച്ചു വന്നത് സൂഫി സഫർ മീഡിയയുടെ ആഷിക്കാണ്. റൌഫിനോട് ചോദിച്ചു പോയതും ആഷിക്കാണ്. എന്നിട്ട് ഇവൻ വന്ന് എന്നോട് വന്ന് പറയുവാണ്, നീ റൌഫിനായിട്ടുള്ള ചാറ്റോ വാട്സപ്പോ ഉണ്ടെങ്കിൽ ഒന്ന് ഒഴിവാക്കിക്കോട്ടെ, അവൻ മോശക്കാരനാണ്, അവൻ പല പെണ്ണുങ്ങളുടെ അടുത്തും പോകുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് എന്നോട് പറഞ്ഞപ്പോൾ എന്നെ സൂക്ഷിക്കാൻ എനിക്കറിയാം. എനിക്ക് 50 വയസ്സ് കഴിഞ്ഞു മോനെ, ഞാൻ കൊച്ചുകുട്ടിയല്ല, ഞാൻ ഷാജിദാന്റെ പ്രായമുള്ളവളല്ല, എന്നെ സൂക്ഷിക്കാൻ എനിക്കറിയും എന്ന് പറഞ്ഞ് ഞാൻ അവനെ അപ്പൊ തന്നെ ഞാൻ ബ്ലോക്ക് ചെയ്തതാണ് ചെയ്തത്. അതിനു മുമ്പ് ഷാജിദാന്റെ നമ്പർ ഇവൻ എന്റെ കയ്യിൽ നിന്ന് വാങ്ങി ഷാജിദാനെ വിളിച്ചു, വീഡിയോ ചെയ്യാൻ ഞാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട്. ഷാജിദ അതിന് കൊടുത്ത മറുപടി എന്താണെന്നറിയോ, എന്നെ കുറിച്ച് നീ വീഡിയോ ചെയ്താൽ നിന്റെ ചാനൽ ഞാൻ പൂട്ടിക്കും പറഞ്ഞു ഷാജിദ. അത് പൂട്ടിക്കും പറഞ്ഞ് ഇവനെ ഭീഷണിപ്പെടുത്തിയപ്പോൾ ആയിരിക്കാം ഇപ്പോൾ ഇവൻ ഷാജിദാന്റെ കൂടെ കൂടിയിട്ട് എനിക്കെതിരെ ആയുധമായി നിൽക്കുന്നത്. അല്ല, അപ്പൊ ഞാനെന്ത് പറഞ്ഞു, നിന്റെ ചാനൽ ഷാജിദ പൂട്ടിക്കാമെങ്കിൽ ഷാജിദാന്റെ ചാനൽ നിനക്ക് പൂട്ടിക്കാലോ എന്ന് ഞാൻ പറഞ്ഞു. ഷാജിദക്കെതിരെ വീഡിയോ നീ ചെയ്യേ എന്ന് ഞാൻ പറഞ്ഞു. പറഞ്ഞത് എന്തുകൊണ്ട്, അവനാണ് ആദ്യം എന്റെ അടുത്ത് വന്നത്. ഇതെല്ലാം തെളിയിക്കാൻ എന്റെ കയ്യിലുണ്ട്, എന്റെ കയ്യിൽ പ്രൂഫ് ഉണ്ട്. അതുപോലെ ഷാജിദ പറഞ്ഞു, എന്റെ വീഡിയോക്ക് താഴെ നിങ്ങൾ വന്ന് കമന്റ് ഇടരുത്, കമന്റ് ഇട്ടാൽ ഞാൻ ആത്മഹത്യ ചെയ്യും നിങ്ങളുടെ പേരെഴുതി വെച്ചിട്ട്. ആ വോയിസ് ഇതിൽ കിടക്കുന്നുണ്ട്, എന്റെ വാട്സപ്പിൽ കിടക്കുന്നുണ്ട്. ഒരെണ്ണം ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടില്ല ആരിഫ, ഒരെണ്ണം ഞാൻ ഡിലീറ്റ് ചെയ്യത്തുമില്ല. ഞാൻ ചെയ്യില്ല, ഡിലീറ്റ് ചെയ്യില്ല. പിന്നെ ഈ സൂഫി സഫർ എന്ന് പറഞ്ഞ ആഷിക്കുണ്ടല്ലോ, എല്ലാരും റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നുണ്ട്, എല്ലാവരും വീഡിയോയും ഞാനിങ്ങനെ നോക്കി പോവാറുണ്ട്. ചിലയിടത്തൊക്കെ ഞാൻ കമന്റ് ചെയ്തിട്ടില്ലെന്ന് ഞാൻ ഒരിക്കലും പറയില്ല, കമന്റ് ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും ഈ ആരിഫയെ മാത്രമേ ഞാൻ ഫോണിൽ വിളിച്ചിട്ടുള്ളൂ. ഒരു ഷെഫീന ബീവി ഉണ്ടെന്ന് പറയുന്നത്, ഞാൻ പേഴ്സണലായിട്ട് അവരെ പരിചയമില്ലെങ്കിൽ പോലും ഷെഫീന ബീവി ഗൾഫിലുള്ള ഒരു ജേർണലിസ്റ്റ് ആണെന്ന് എനിക്കറിയാം. ഗൾഫിലുള്ള കാലം തൊട്ടേ അവര് ഒരുവിധം കാര്യങ്ങൾക്കൊക്കെ പ്രതികരിക്കുന്ന ഒരു സ്വഭാവമുള്ള ഒരു ക്യാരക്ടറാണ്. പിന്നെ സൂഫി സഫർ പറഞ്ഞത് എല്ലാ ചാനലിലും പോയിട്ട് പിന്നെ ഇല്ല അങ്ങനെ ഒരു സംഭവമേ ഇല്ല. വല്ലാഹി ഞാൻ ആരെടുത്ത്, അതാണ് ഞാനിപ്പോ പറഞ്ഞത്. ഈ ഷെഫീന ബീവിയെ എനിക്ക് പേഴ്സണലായിട്ട് അറിയില്ലെങ്കിൽ എനിക്ക് അവരെ അറിയാം. അവര് നല്ലൊരു ജേർണലിസ്റ്റ് ആണ്, അവര് നല്ല നല്ല കാര്യങ്ങൾക്ക് വേണ്ടി പ്രതികരിക്കുന്നതാണെന്ന് ഞാൻ ഗൾഫിലുള്ളപ്പോഴേ ഞാൻ കണ്ടിട്ടുള്ളതാണ്. പിന്നെ ഞാൻ ഒരു ചാനലിലും വല്ലാഹി ഞാൻ പോയി ഒരു ചാനലിന്റെയും പുറകെ പോയി വീഡിയോ ചെയ്യുന്നു ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് റൌഫ് എന്നോട് വന്ന് പറഞ്ഞു, ഞാൻ ആഷിക്കിന് പരിചയപ്പെടുത്തി കൊടുത്തു, ആഷിക്കും റൌഫും തമ്മിൽ സംസാരിച്ചു, എന്തോ ഒരു കാര്യത്തിൽ അവർ തമ്മിൽ ഉടക്കായപ്പോ ആഷിക്ക് ഓടി വന്ന് എന്നോട് പറയാ റൌഫിനെ ബ്ലോക്ക് ചെയ്യുന്നു.
അതായത് റൌഫിന് ബ്ലോക്ക് ചെയ്യാൻ ആഷിക്ക് പറയാൻ ആഷിക്കാരെന്റെ സഹോദരനോ അതോ എന്റെ കെട്ടിയവനോ? എന്തിനാ ഞാൻ ബ്ലോക്ക് ചെയ്യുന്നത്? എന്നെ സൂക്ഷിക്കാൻ എനിക്ക് അറിയാന്ന് പറഞ്ഞു ഞാൻ ഇന്ന് പറയുന്നു, എന്റെ വീട്ടിൽ 86 വയസ്സായ 2 അറ്റാക്ക് കഴിഞ്ഞു, ന്യൂമോണിയ വന്നു, അറ്റാക്ക് കഴിഞ്ഞു, ഇപ്പൊ BP, ഷുഗർ, തലകറക്കം ഒക്കെ ആയി ഇരിക്കുന്ന 86 വയസ്സായ ഒരു ഉമ്മയുണ്ട്. ആ ഉമ്മയെ വിട്ട് എനിക്ക് എവിടെയും പോകാൻ പറ്റില്ല. എന്റെ സഹോദരങ്ങളൊക്കെ അടുത്ത് തന്നെയാണ്. കഴിഞ്ഞ ആഴ്ച എന്റെ വലിയ സഹോദരനും ഞാനും എന്റെ ഉമ്മാനെയും കൂട്ടി ഞങ്ങൾ 3 പേരും കൂടി കാറിൽ ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നാണ്. ഇപ്പൊ അതിന്റെ മുന്നിലത്തെ 15 ദിവസം മുമ്പും പോയിരുന്നു. എന്റെ സഹോദരങ്ങളെല്ലാം ഇവിടെയുണ്ട്. ഒരാൾ മാത്രം ഗൾഫിലുള്ള, അവൻ കുറച്ച് അകലെയാണ് താമസിക്കുന്നത്. ബാക്കി എല്ലാവരും ഉമ്മാനെ വന്ന് ആഴ്ചയിൽ 2 ദിവസം 1 ദിവസമൊക്കെ വന്ന് കാണാറുണ്ട്. അവര് കൂടെ ഹോസ്പിറ്റലിൽ കൂട്ടിക്കൊണ്ട് പോകാറുണ്ട്, എല്ലാം ഉണ്ട്. എന്നിരുന്നാലും എന്റെ ഉമ്മായ്ക്ക് ഞാൻ എപ്പോഴും അടുത്ത് വേണം. അപ്പൊ ഞാൻ എന്റെ ഉമ്മായെ വിട്ട് താനൂരോ കോഴിക്കോടോ ഇപ്പൊ പോകാൻ പറ്റിയ സാഹചര്യമല്ല. ആരിഫ വേണമെങ്കിൽ ആരെ വിളിച്ചു വേണമെങ്കിലും എന്റെ വീട്ടിലേക്ക് വന്നോ. എന്റെ കയ്യിലുള്ള ആഷിക്കിന്റെ സർവ്വ ഡീറ്റെയിൽസും ഞാൻ പറഞ്ഞതും ഒരാൾ മാത്രം പറയുന്നതല്ല, ഞാൻ അവനോട് പറഞ്ഞ വീഡിയോ ചെയ്യാൻ പറഞ്ഞത്, ആരെക്കുറിച്ച് എന്തിന് എങ്ങനെ. ഞാൻ ചാനൽ പൂട്ടിക്കാൻ ഞാനായിട്ട് പറഞ്ഞല്ല. ഈ ഷാജിദ നിന്നെ കുറിച്ച് വീഡിയോ ചെയ്യാൻ റൌഫിന്റെ കാരണം കൊണ്ട് വീഡിയോ ചെയ്യാൻ പോവുകയാണെന്ന് പറഞ്ഞപ്പോ, നീ ചെയ്യുവാണെങ്കിൽ നിന്റെ ചാനൽ ഞാൻ പൂട്ടിക്കും പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. അത് എന്നോട് വന്ന് പറഞ്ഞപ്പോ അവൾക്കും ചാനലില്ലേ, അവളുടെ ചാനൽ പൂട്ടിക്കാനായിട്ടാണ് ഞാൻ പറഞ്ഞോളൂ. ഞാനതേ പറഞ്ഞോളൂ. അല്ലാതെ ഈ ചാനൽ എങ്ങനെ പൂട്ടിക്കാന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഞാനത് പറഞ്ഞിട്ടില്ല. ഇന്ന് ഞാൻ പറയുന്നു, എനിക്ക് എന്റെ വീട് വിട്ട് എന്റെ ഉമ്മയെ വിട്ട് പുറത്ത് എവിടെയും പോവാൻ എനിക്കിപ്പോ പറ്റില്ല. അതുകൊണ്ട് ആരിഫയെ മാത്രമേ വല്ലാഹി ഞാൻ, അവൻ പറയുന്ന പോലെ അള്ളാനെയും റസൂലിനെയും വിളിച്ചിട്ടാണ് ആ ചാനലിൽ എന്നെ ഇത്രയും കുറ്റപ്പെടുത്തിയിരിക്കുന്നത്. കാരണം ഞാൻ ചെയ്യാത്ത കാര്യങ്ങൾ, പറയാത്ത കാര്യങ്ങളാണ്. എന്റെ പുറകെ മാത്രമല്ല റൌഫിന്റെ പുറകെയും പോയിട്ട് ഇവൻ വീഡിയോ ചെയ്യാ, 2 ദിവസം വെയിറ്റ് ചെയ്യ, അവള് കല്യാണം കഴിക്കാൻ പോകുന്നു, അതെന്താ പറയുന്നെന്ന് നോക്കട്ടെ എന്നൊക്കെ ഇവൻ ഇങ്ങോട്ട് വന്ന് പറയായിരുന്നു ആഷിക്ക്. എന്നിട്ട് അതുപോലെ റൌഫിന് ആരാണെന്ന് എനിക്ക് ആദ്യം നാദിർഷ എന്നേ അറിയുള്ളൂ. എല്ലായിടത്തും നാദിർഷ കമന്റ് ചെയ്യുന്നു എന്റെ സ്വർണ്ണം, എന്റെ പൈസ പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ച ഒരു ദിവസം, സഹോദര നിങ്ങളും ഷാജിദയും തമ്മിലുള്ള ബന്ധം എന്താണ്? നിങ്ങൾ റിലേറ്റീവ് ആണോ? എനിക്ക് അറിയാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞപ്പോഴേക്കും ഞാൻ ഷാജിദയായിട്ട് സംസാരിക്കുന്ന സമയമാണ്. അങ്ങനെ അവൻ നമ്പർ തന്നു, അങ്ങനെ ബന്ധപ്പെട്ടു. എനിക്ക് എന്റെ ഒരു കള്ളത്തരവില്ല. എന്റെ വോയിസും കൂടി, ഞാൻ പറഞ്ഞ വോയിസ് അവൻ പറഞ്ഞ വോയിസും രണ്ടും കൂടി ആഡ് ചെയ്തിട്ട് വേണമായിരുന്നു അവൻ ഇതാകണം. താത്ത അങ്ങനെ പറഞ്ഞില്ലേ, നിങ്ങൾ ഇങ്ങനെ പറഞ്ഞില്ലേ, ഈ തള്ളാന്ന് വരെ വിളിക്കുന്നുണ്ട്. അവനില്ലേ തള്ള. ഈ ആഷിക്കിന് 10-35 വയസ്സാവുമല്ലോ, ഷാജിദാക്കും ആയിട്ടുണ്ട് 10-35 വയസ്സ്. അപ്പൊ ഈ ഷാജിദ 5 പ്രസവിച്ചിട്ടുണ്ട്, അവളും വിളിക്കുന്നു എന്നെ തള്ളാന്ന്. 5 പ്രസവിച്ചവള് തള്ളയല്ലേ ആയിഫ? അല്ലേ? ഞാൻ 2 പ്രസവിച്ച ഞാൻ തള്ളായി. എന്റെ മക്കൾക്ക് 2 മക്കൾക്ക് ഞാൻ തള്ളയാണ്. ആഷിക്കിനോ ഷാജിദാക്കോ അല്ല ഞാൻ തള്ള. അവര് 2 പേരും എന്നെ മാറി മാറി തള്ള എന്ന് വിളിക്കുന്നുണ്ട്. അപ്പോഴും ഷാജിദാന്റെ വീട്ടിലിരിക്കുന്ന ഒരു വ്യക്തിയെ ഞാൻ വിളിച്ചിട്ടില്ല. അവളുടെ സഹോദരികളെയോ അവളുടെ ഉമ്മയോ അവളുടെ മക്കളെയോ ഞാൻ വിളിച്ചിട്ടില്ല. അവള് പബ്ലിക്കിൽ വന്ന് പലയിടത്ത് എന്റെ ഉമ്മ 86 വയസ്സായ 2 അറ്റാക്ക് കഴിഞ്ഞ് ഞങ്ങൾക്ക് പ്രിയപ്പെട്ടത് എന്റെ ഉമ്മ. കാരണം എന്റെ ഭർത്താവ് 25 വർഷം മുമ്പ് എന്നെ വിട്ടിട്ട് പോകുമ്പോ എന്റെ 2 മക്കളെ എന്നെയും ചേർത്ത് വിട്ടത് എന്റെ ഉമ്മയാ. എന്നെ വാടകയ്ക്ക് പോയി താമസിക്കാൻ വിട്ടിട്ടില്ല, എന്നെ വേറെ വീടെടുത്ത് ഇരിക്കാൻ വിട്ടിട്ടില്ല. എന്റെ വാപ്പ തന്ന സ്ഥലത്ത് എന്റെ ഉമ്മ എന്റെ കൂടെ 25 വർഷമായി എന്റെ കൂടെ ഉണ്ട്. അപ്പൊ എന്റെ കൂടെ ഇരിക്കുമ്പോ ഇപ്പൊ എനിക്ക് ഞാൻ ഗൾഫിൽ നിന്ന് വന്നു പറഞ്ഞ് എന്റെ ഉമ്മാനെ വേണ്ട പറഞ്ഞ ആങ്ങളുടെ വീട്ടിൽ തള്ളി വിടാൻ പറ്റുമോ? എന്തിന്? എന്റെ ആങ്ങളമാർ എന്റെ വീട്ടിൽ വരുന്നുണ്ട് എന്റെ ഉമ്മയെ കാണാൻ. പിന്നെ മക്കൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഞാൻ ഒരു മക്കളെയും വിളിച്ചിട്ടില്ല. ഷാജിദാടെ മക്കളെ വിളിച്ചിട്ടില്ല, ഷാജിദാടെ ഉമ്മാനെ പറഞ്ഞിട്ടില്ല, ഷാജിദാടെ സഹോദരങ്ങളെ പറഞ്ഞിട്ടില്ല. എന്നെ 1000 തവണ തള്ളയ്ക്ക് വിളിക്കുന്നുണ്ട് ഇവര് മാറി മാറി. എന്തുകൊണ്ടാണ് ഇന്നലെ അവരുടെ 2 പേരുടെ കമന്റ് ആണ് സുധീഷ് ബ്ലോക്കിൽ വന്ന് പറയാൻ കാരണം ഞാൻ പറഞ്ഞുതരാം. അവിടെയും വിളിച്ചിട്ടുണ്ട് തള്ള, അവിടെ എന്നെ വിളിച്ചിട്ടുണ്ട്, എന്നെ വിളിച്ചിട്ടുണ്ട് തള്ള, അവിടെ വിളിച്ചിട്ടുണ്ട് എന്നെ തേവിടിച്ച്, നിന്നെ എത്ര പേര് ഒഴിവാക്കി പോയി. ആ കമന്റ് എല്ലാം വോട്ടിൽ ഇന്ന് ആരിഫ ഇടുന്ന വീഡിയോ ഇടുന്നത് വരെ അത് അവിടെ ഉണ്ട്. ആരിഫ വീഡിയോ ഇട്ടതിന് ശേഷം അത് ഡിലീറ്റ് ചെയ്തു. അത് ആ സമയത്ത് ഡിലീറ്റ് ചെയ്തു. ഇന്നലെ ആ കമന്റ് കണ്ടിട്ട് എനിക്ക് മണ്ട അങ്ങനെ വല്ലാതായി. എനിക്ക് ടെൻഷൻ അടിച്ച് കരഞ്ഞുകൊണ്ട് ഞാൻ കിടക്കാൻ വേണ്ടി പുറപ്പെടുമ്പോ എന്തിന് ആഷിക്ക് അതേ സ്പോട്ടിൽ എന്നെ വിളിച്ചു. ആഷിക്കിന്റെ കമന്റ് അവിടെ അല്ല എങ്കിൽ ആഷിക്ക് എന്തിന് 11:45 അന്യ സ്ത്രീയെ വിളിച്ചു പറയണം. ആരിഫാന്റെ ഭർത്താവിന്റെ കൂടെ ജീവിക്കുന്നുണ്ട്, ഞാനും എന്റെ ഉമ്മയും കൂടെ കഴിയുന്നു. ഞാനൊരു ഒറ്റയ്ക്കിരിക്കുന്നവിടെ ആഷിക്ക് എന്നെങ്കിലും ഞാൻ ഏതെങ്കിലും ഒരു ബ്ലോഗറിനെ അല്ലെങ്കിൽ ഏതെങ്കിലും റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഒരു ചാനലുകാരെ ഞാൻ വിളിച്ചെന്ന് ആരെങ്കിലും ഒന്ന് പറയട്ടെ. ഞാൻ ആരിഫാനെ മാത്രമേ വിളിച്ചിട്ടുള്ളൂ. ആരിഫാന്റെ ഇതിൽ കിടക്കുന്ന നമ്പർ എടുത്ത് ആരിഫാനെ മാത്രമേ ഞാൻ വിളിച്ചിട്ടുള്ളൂ.
കൈസ് എനിക്ക് ഏറ്റവും കൂടുതൽ ഈ ഇതിൽ വെച്ച് അറിയുന്ന ഇറ്റ്സ് മീ കൈസിന്റെ വീഡിയോ ആണ് കൂടുതൽ ഞാൻ കാണാറുള്ളത്. ആ കൈസിനോട് ചോദിക്കും, ഞാൻ കൈസിന്റെ അടുത്ത് എന്റെ വീഡിയോ ചെയ്യാമെന്നോ എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞു പോയിട്ടുണ്ടോന്ന്. ഞാൻ ചെയ്തിട്ടില്ല. ഇവൻ പറയുന്നു ഞാൻ എല്ലാ ചാനലുകാരുടെ അടുത്തും പോയി തെളിയിക്കാമെങ്കിൽ ഏതെങ്കിലും ഒരു ചാനലുകാർ സൗജത്ത് എന്റെ വീഡിയോ ചെയ്യും എന്ന് പറഞ്ഞിട്ട് ഞാൻ അവരുടെ അടുത്ത് വീഡിയോ ചെയ്യുന്നു, എന്റെ അഭിപ്രായം കേൾക്കുമെന്ന് പറഞ്ഞ് പോയിട്ടുണ്ട് പറയുമ്പോൾ പറയുകയാണെങ്കിൽ അവൻ പറയുന്ന പണി ഞാൻ എടുക്കാം. അല്ലാത്ത പക്ഷം ഞാൻ പറയുന്ന പണി അവൻ എടുക്കേണ്ടി വരും. ആ രാശിക്ക്. പിന്നെ എന്റെ ഉമ്മ വയ്യാത്ത ഒരു കാരണങ്ങൾ കൊണ്ട് മാത്രമാണ് എനിക്ക് എന്റെ ഈ തെളിവുകളും പുറത്തു വന്ന ആരെയും കാണിച്ചു തരാൻ പറ്റാത്തത്. ആരിഫ് ആരെ വേണമെങ്കിലും കൂട്ടിയിട്ട് വന്നോ, ആഷിക്ക് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇതിലുണ്ട്. ആഷിക്ക് പറഞ്ഞത് സാജിദയ്ക്ക് എതിരായി വീഡിയോ ചെയ്യാനും വയനാട് അവൾ പ്രൊമോഷന് പോയതല്ലെന്ന് ആഷിക്കാണ് പറഞ്ഞിരിക്കുന്നത്.